ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാൽപ്പൊടി കൊണ്ട് വീട്ടിൽ എങ്ങനെ കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ തൈര് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ തൈര് ഉണ്ടാക്കിയത് വീഡിയോയിൽ നിന്ന് കണ്ടു നോക്കാം. പാൽപ്പൊടി വെച്ച് നല്ല കട്ട തൈര് ഉണ്ടാക്കുന്നതിന് ഞാൻ 6 ടേബിൾ സ്പൂൺ ബ്രാൻഡഡ് പാൽപ്പൊടി എടുത്തിരിക്കുകയാണ്. ഇത് ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന മുദ്ദിഷിൻ്റെ പാൽപ്പൊടിയാണ്. ഈ 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി 650 ml വാം വാട്ടറിൽ നമുക്ക് ആദ്യം ഇതൊന്ന് കലക്കിയെടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അളന്ന് 650 ml വാം വാട്ടർ എടുത്തിരിക്കുകയാണ്, ഒഴിച്ചു കൊടുക്കാം. വാം വാട്ടർ എടുത്ത് എന്നാന്ന് ചോദിച്ചാൽ പാൽപ്പൊടി നല്ലതുപോലെ ഒന്ന് കലങ്ങുന്നതിന് വേണ്ടിയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാലടുപ്പയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ച് ഈ 650 ml നമുക്കൊന്ന് 400 ആക്കി എടുക്കണം. പാല് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ വെള്ളം ഇതിലേത് വറ്റിച്ചൊന്നെടുക്കാം. ചെറു തീയിൽ പാലിങ്ങനെ ഇട്ടിരുന്നാൽ അതൊന്ന് വെള്ളം വറ്റിയെടുക്കാൻ പറ്റും. ഇതിപ്പം ഒരു 500 ml ആയിട്ടുണ്ട്. ഞാനൊരു 400 ml അളവ് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ. അതുവരെ നമുക്ക് ചെറിയ തീയിൽ പാലിളക്കിക്കൊണ്ടിരിക്കാം. പാലൊരു 400 ml ആയിട്ട് വറ്റിയിരിക്കുകയാണ്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇളം ചൂട് പാലിൽ നമുക്ക് ഉറയൊഴിക്കുകയും ചെയ്യാം. പാല് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഉറയൊഴിക്കാനുള്ള ചൂടും ഉണ്ട് താനും. ആവശ്യത്തിനുള്ള ചൂടുണ്ട്. നമുക്കിനി ഇത് ഉറയൊഴിക്കാം. ചില്ലു പാത്രങ്ങളിൽ ഉറയൊഴിക്കുന്നതാണ് നല്ലത്. അതിനായിട്ട് ഞാൻ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഇളക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ പാലൊഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊരു 8 മണിക്കൂർ നല്ല കട്ട തൈരായിട്ട് കിട്ടുന്നതിന് വേണ്ടി വെക്കാം. നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. നമ്മൾ 8 മണിക്കൂർ തൈര് ഉറയൊഴിച്ച് വെച്ചിരുന്നതാണ്. നല്ല കട്ട തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.